ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സുഹലി യാത്ര കഴിഞ്ഞു. ലാസ്റ്റ് ഡേ ആണ്. ഇനി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ സുഹലിയോട് ബൈ ബൈ പറയും. നമ്മളൊരു ഇങ്ങനെ പറയില്ലേ, ഗോൾഡ് അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡയമണ്ടിനെ നമ്മൾ മറന്നു പോകുന്നു എന്ന്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇത്രയും ഭംഗിയുള്ള ഒരു നാട് നമ്മുടെ അടുത്ത് കിടക്കുന്നത് ആരും പോയി അങ്ങനെ കാണാറില്ല. അത്രയും അടിപൊളിയാണ് ഇവിടെ. ഒരു രീതിയിലും പുറത്തുനിന്നുള്ള ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു എല്ലാവരും. ആ ഒരു 2 days മൊത്തം ഫാമിലി സംസാരിച്ചൊക്കെ ഇരുന്നു. വേറെ നെറ്റ്വർക്ക് കണക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ സുഹലിയോട് യാത്ര പറഞ്ഞ് ഞങ്ങളിതേ പോവുകയാണ്. ഈ ഒരു മൊമെൻറ്റിലൊക്കെ നമുക്ക് തോന്നുന്നൊരു ഫീൽ എന്താണെന്നറിയോ, കുറച്ചുകൂടി ദിവസം, ഒരു 2 days കൂടി എക്സ്ട്രാ ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കുമെന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. സുഹലി നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മൊമെൻറ്റിലില്ലേ, ഒരു വല്ലാത്ത ഒരു ഇമോഷണൽ ആവുന്നുണ്ട്. ഇനി എപ്പോൾ കാണാൻ പറ്റും, ഇനി കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ലല്ലോ. കാര്യം ലൈഫിൽ ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ വന്നത്. അങ്ങനെ സൺസെറ്റും കണ്ടു. എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ 2 days കൊണ്ട് നടന്നിട്ടുണ്ട്. അത്രയും ഞാൻ ഇങ്ങനെ രാത്രിയൊക്കെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, ഇത് സ്വപ്നമായിരിക്കും, പടച്ചൻ ഇനി കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്വപ്നമായിട്ട് തോന്നല്ലേ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഞാനൊരു ട്രിപ്പിൽ ഇത്രയും ഇൻവോൾവായിട്ട് ഇത്രയും രീതിയിൽ 24/7 ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരുന്നിട്ടില്ല. അത്രയും രീതിയിൽ ഓരോ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. സൺറൈസും സൺസെറ്റും അതേപോലെ നൈറ്റ് സ്കൈ വാച്ച് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഫിഷിങ് എൻജോയ് ചെയ്തു. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷങ്ങളും വേറെയുണ്ട്. പിന്നെ അതുപോലെ ചിലപ്പോൾ കവരത്തി ഐലൻഡർ ആയതുകൊണ്ടോ എനിക്കറിയില്ല, പണ്ട് മുതൽ നമുക്കിവിടെ ഒരു ഐലൻഡിൻ്റെ ഫീൽ കിട്ടിയിട്ടില്ല. അത്രയും ഒരു അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ കവരത്തി. അപ്പോൾ ഐലൻഡിൻ്റെ ഒരു ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു സൈലൻസും അങ്ങനത്തെ ഒരു ആംബിയൻസും ഒക്കെ. അങ്ങനെ സുഹലി ഐലൻഡിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്ക് January 26 എന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഡേൻ്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെയാണ്. പോകുന്ന വഴി നമ്മുടെ കുറേ കുട്ടി ഫാൻസിനെ മീറ്റ് ചെയ്തു. അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോ എടുക്കാൻ. നമ്മൾ കണ്ടപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചതായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു നൈറ്റ്, അതിന് സുഹലി ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് കാര്യമായിട്ട് കറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊരു നൈറ്റ് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു കാണാൻ. 3 days നീണ്ടു നിന്ന സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ സ്ക്രീനിൽ ഒരു കുട്ടി മിടുക്കി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സോങ്ങിന് ചുവട് വെക്കുന്ന കണ്ടു. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നത് കൊണ്ട് മാത്രം ഞാനത് മ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ കാണാനുള്ളത് കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഫുഡിൻ്റെ സ്റ്റോളാണ്. അപ്പോൾ കുറച്ച് കഴിക്കാൻ, നമ്മുടെ ബീച്ചിലിരുന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സും ഫുഡും ഒക്കെ ഐറ്റംസൊക്കെ പാർസൽ ചെയ്തിട്ട് അടുത്ത കുറേ കൂടി സ്റ്റോൾസൊക്കെ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് വരുന്നത് ഫുഡിൻ്റെതും പിന്നെ അതേപോലെ കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴി അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. എന്ന് വെച്ചാൽ ഫിഷ് വെച്ചിട്ട് ഷവർമ, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ ക്യൂ കാരണം നമുക്കിത് മേടിച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അടിപൊളിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു സങ്കടം ബാക്കിയുണ്ട് കേട്ടോ, എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ പറ്റിയില്ല. പിന്നെ കുറേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ നമ്മുടെ ബാനുവിനെ കണ്ടപ്പോൾ എന്നും ഇല്ലാത്തൊരു നാണം. അതുവരെ എപ്പോഴും ബാനു ദീദി എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷേ അന്ന് ഒരു സംസാരമില്ല. അല്ലെങ്കിൽ കുട്ടികൾ നമ്മൾ പറയുമ്പോൾ സംസാരിക്കില്ലല്ലോ. അങ്ങനെ ആൾക്കൊരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ഫുഡ് സ്റ്റോൾ, ഇതൊക്കെ കൂടുതലും ലക്ഷദ്വീപ് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഇനി കുറച്ച് പ്രോഗ്രാം കാണാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു സ്പേസും ബാക്കി ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ലാസ്റ്റ് 2 seat ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം ഡാൻസ് കാണാമെന്ന് വെച്ചു. ഈ പ്രോഗ്രാമിൻ്റെ ഒക്കെ സോങ് ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് കാണിക്കുന്നില്ല. അതാണ് വോയിസ് ഓവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് എൻ്റെ 2 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. നമ്മുടെ KVയിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത 2 പേരാണ്. നമ്മുടെ ലക്ഷദ്വീപിലില്ലേ, അല്ലെങ്കിലും റിപ്പബ്ലിക് ഡേ അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഈവൻ്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ പ്രോഗ്രാമിന് വേണ്ടി തന്നെ മറ്റ് ഐലൻഡിൽ നിന്നുള്ള ഒരുപാട് പേര് ഇങ്ങോട്ട് വരാറുണ്ട്.
മോഹിനി ഗുൽഹു അല്ലാഹു എൻഗ്രഹിക്ക് ബഹുമാനം നീ കോലബലെ ഗ്രഹിക്ക് ബഹുമാനം നീ കോലബലെ ഗ്രഹിക്ക് ബഹുമാനം നീ ഗുൽഹു അല്ലാഹു എന്റെ ഇപ്പോൾ കഴിഞ്ഞത് ലക്ഷദ്വീപിൻ്റെ മാത്രം ആർട്ട് ഫോംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അത് വേറെ ഐലൻഡിൽ നിന്ന് ഇത് പെർഫോം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കവരത്തി ദ്വീപിലേക്ക് വരുന്ന ആൾക്കാരാണ്. പിന്നെ സ്കൂൾ കുട്ടികളുടെ ഒരുപാട് ഡാൻസ്. ഈ ഒരു ഡാൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ അതും ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മുടെ 90s കിഡിന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നമ്മുടെ ഫേവറേറ്റ് ഒരുപാട് സോങ്സ്, എവർ ഗ്രീൻ ആയിട്ടുള്ള സോങ്സ് ഒരുപാട് വെച്ചിട്ടാണ് അത് മാഷപ്പ് ചെയ്തിട്ടാണ് ഈ പെർഫോമൻസ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും അടിപൊളിയായിരുന്നു. എനിക്കത് ആ ഒരു സോങ്സ് ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടം പോലെ. പിന്നെ ഇവരുടെ കോസ്റ്റ്യൂം സെലക്ഷനും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. റാൻഡം സെലക്ഷൻ ആയിരുന്നു. അതിൽ ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ കുറച്ച് സമയം എൻജോയ് ചെയ്തു. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു പെർഫോമൻസ് ഇതാണ്. പിന്നെ വന്നത് മിനിക്കോ ഐലൻഡേഴ്സിൻ്റെ ബാൻഡിയ ഡാൻസ് ആണ്. അത് അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് ആണ് കേട്ടോ. ബാൻഡിയ ഡാൻസ് ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. എല്ലാവരും ഒരേ രീതിയിലാണ് കേട്ടോ അതിൻ്റെ മോമെൻറ്റ്. ഇപ്പം ദൂരെ നിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും കാണാൻ 2 സ്റ്റോൾസ് ബാക്കിയായിരുന്നു. അത് ഹാൻഡിക്രാഫ്റ്റിൻ്റെ. അപ്പോൾ ഐലൻഡിലൊക്കെ വരുന്നവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട്, ഇങ്ങനെ ലക്ഷദ്വീപിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും കിട്ടുമെന്ന്. അങ്ങനത്തെവർക്ക് ഇത് ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ലക്ഷദ്വീപ് കാണാൻ വരുന്നവർക്ക് അവരുടെ ഒരു മെമ്മറിയിലേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഫുഡ്, അത് ഞങ്ങളിത് ഇവിടെ ഇരുന്നാണ് കഴിച്ചത്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല ഒരു വ്യൂ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ്. വീണ്ടും കാണുന്നവരെ വണക്കം, ബൈ ആൻഡ് ടേക്ക് കെയർ.